ഹലോ, നമുക്കിതേ ഇന്നൊരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾ ചെറിയൊരു ഹാമ്പറാണ് സെറ്റ് ചെയ്യുന്നത്, വലിയതൊന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടി രണ്ട് ഡയറി മിൽക്കിൻ്റെ മിഠായിയും അതുപോലെ തന്നെ ഒരു ചുരിദാർ സെറ്റും, ഇതാണ് നമ്മൾ അതിനകത്ത് മെയിനായിട്ട് കുളിക്കുന്നത്. പിന്നെ നമ്മുടെ ഡെക്കറേഷനുള്ള പൂവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇങ്ങനെ ഡെക്കറേഷനുള്ള പൂവിൻ്റെ ഒക്കെ എടുത്തപ്പോഴാണ് ഞങ്ങളുടെ ഒരു വിഷ് കാർഡ് വേണമല്ലോ എന്ന്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ വിഷ് കാർഡ് സെറ്റാക്കി. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ബാക്കി എന്തായാലും ഒരു ഷീറ്റ് എടുക്കുന്നപ്പോൾ പിന്നെ ബാക്കി ഒന്ന് രണ്ട് വിഷ് കാർഡോടെ കൂടുതൽ അതെല്ലാം കടിച്ച്, കാരണം നമുക്ക് ഒത്തിരി വലിപ്പത്തിൽ വേണ്ടില്ല, ചെറിയ ചെറിയതായിട്ട് മതിയല്ലോ. അങ്ങനെ വിഷ് കാർഡൊക്കെ സെറ്റാക്കി നമ്മുടെ ഹാമ്പർ സെറ്റായിട്ടുണ്ട്. ഇത് വേറെ ആർക്കും അല്ല, നമ്മുടെ മാളുവിന് തന്നെയാണ് കേട്ടോ. മാളുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം മാളുവിന് കൊടുക്കാനായിട്ട് ജെയ്സൺ, അതായത് എൻ്റെ ബ്രദർ, മാളുവിൻ്റെ ഹസ്ബൻഡ്, അപ്പോൾ അവൻ തന്ന ഓർഡറാണ് കേട്ടോ. ഓർഡറായിട്ട് തന്നെയാണ് വാങ്ങിച്ചേക്കുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും അത് സെറ്റാക്കി. ഇപ്പം ഞാൻ കൊണ്ട് കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ, അവൾ സർപ്രൈസ് ആവത്തില്ലല്ലോ അത്രയും. അപ്പോൾ അതിന് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു. അപ്പോൾ അവളുടെ കസിനെയൊക്കെ കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഓട്ടോയിൽ നല്ല അടിച്ച് പൊളിച്ച് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് എങ്ങനെ ആകും എന്താകുമെന്നൊന്നും അറിയത്തില്ല, കാരണം മറ്റേ രണ്ട് പിള്ളേരെയും മാളു കണ്ടിട്ടില്ല. അപ്പോൾ അവരുടെയിലാണ് ഈ ഗിഫ്റ്റ് കൊടുത്തു വിടുന്നതും അവരെ കൊണ്ടാണ് വീഡിയോ എടുപ്പിക്കുന്നതും ഒക്കെ. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ വന്ന് നിന്ന സമയത്ത് മേളിൽ ഓട്ടോ ഇട്ടേക്കുമായിരുന്നു. അപ്പം ഇവളിങ്ങനെ ഓട്ടോ അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു ഡൗട്ട്, വേറെ ആളുണ്ട് എന്നൊരു തോന്നല. അപ്പം അങ്ങനെ അവൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ എന്തായാലും ആൾ സർപ്രൈസ് ആയിട്ടുണ്ട്, ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവൾക്ക് മനസ്സിലായി ഞങ്ങളവിടെ നിൽപ്പുണ്ടെന്ന്, അതിൻ്റെ ചിരിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇറങ്ങി നമ്മൾ അതെല്ലാം കൊടുത്തേച്ച് തിരിച്ച് ഞാനിങ്ങ് കടയിൽ വന്നു. വീണ്ടും അടുത്ത ഗിഫ്റ്റ് ഹാമ്പർ സെറ്റാക്കണം കേട്ടോ. എൻ്റെ ഒരു കഷ്ടപ്പാട് നോക്കി ആ ഒരു ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്തെല്ലാം സെറ്റിങ് അവിടെ നടത്തുന്നതെന്ന്. നമ്മളുള്ള സ്ഥലത്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നത് വേറെ ആരുമല്ല, അവളുടെ അനിയത്തിയാണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ അടുത്ത ആളെ സെറ്റാക്കി. അമ്മയോട് വിളിച്ച് പറഞ്ഞു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാനെന്നും പറഞ്ഞുകൊണ്ട് അവളെ ഇങ്ങോട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ മേളിൽ തന്നെ ഒരു കടയുണ്ട്, അവിടുന്ന് സാധനം വാങ്ങിക്കാനായിട്ട് പുള്ളിക്കാരത്തി എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ട് നടന്നു വരുന്ന വഴിക്കാണ് ഈ കൊച്ചിനെ കൊണ്ട് നമ്മൾ എടുപ്പിക്കുന്നത്. അവിടെ പിന്നെ ആൾ സർപ്രൈസായി, കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ മാറി നിൽപ്പുണ്ടെന്നും ഒക്കെ ആ കൊച്ചു പറഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും അപ്പോഴും നമ്മളെ വിളിച്ചു, നമ്മളെ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി രണ്ടിലും സർപ്രൈസായി. നമുക്കതായിരുന്നു വേണ്ടതും. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റ് ഹാമ്പറുകളൊക്കെ ആർക്കെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. ഓക്കെ, ബൈ.